നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സർവകലാശാലകളിലെ വൈസ് ചാൻസലർ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇഞ്ച് പിറകോട്ടില്ലാതെ മുന്നോട്ട് തന്നെയെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്നെ ജോലി ചെയ്യുന്നതിൽ നിന്നും ആർക്കും തടയാനാകില്ല എന്നും പലതവണ ആവശ്യപ്പെട്ടിട്ടും സർവകലാശാലകൾ പ്രതിനിധികളെ തന്നില്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നടപടിയെ നിയമപരമായി നേരിടാൻ എന്നാണ് സർക്കാരിന്റെ നീക്കം. നിയമോപദേശം ലഭിച്ച ശേഷം ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. 6 സർവകലാശാലകളിലേക്ക് ഗവർണർ സ്വന്തം നിലയിൽ VC നിയമനത്തിനായി 2 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതാണ് പുതിയ പോരിന് ഇടയാക്കുന്നത്. കേരള, MG, ഫിഷറീസ്, അഗ്രികൾച്ചറൽ, KTU, മലയാളം സർവകലാശാലകളിലേക്കാണ് നിയമനം നീക്കം. ഗവർണർ രൂപീകരിച്ച കമ്മിറ്റികളിൽ UGCകളുടെയും ചാൻസലറുടെയും നിയമനങ്ങളാണ് ഉള്ളത്. നോമിനികളെ നൽകാത്തതിനാൽ സർവകലാശാല പ്രതിനിധികളില്ല. കേരളത്തിലെ 10ലധികം സർവകലാശാലകളിൽ VCമാരില്ല. തന്റെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്തതെന്ന് ഗവർണർ വിശദീകരിക്കുന്നു. എന്നാൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ നീക്കവും. VC നിയമനവുമായി ബന്ധപ്പെട്ട് നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല. ഇതേ തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലായിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ പുതിയ സെർച്ച് കമ്മിറ്റികൾ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് സർക്കാരിന്റെ വാദം. നിയമോപദേശം ലഭിച്ച ശേഷം ഉടൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. സർവകലാശാലകൾ സിൻഡിക്കേറ്റ് തലത്തിൽ കോടതിയെ സമീപിക്കാനും ആലോചനയുണ്ട്. അതേസമയം VCമാർ ഇല്ലാതെ 1 വർഷത്തോളമായ സാഹചര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി എന്നാണ് രാജ്ഭവന്റെ നിലപാട്.